അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചെറിയ മകനാണ് അദ്ദേഹം. ഉമ്മൻ്റെ കൂടെയാണ് താമസം. അയാളെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രവാസിയാണ്, ഗൾഫുകാരനാണ്. വളരെ കാലമായിട്ട് ഗൾഫിലുണ്ട്. വളരെ കുറച്ച് നാട്ടിൽ വരാറുള്ളൂ. ഒരു വർഷത്തിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ നിൽക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ചിലവഴിക്കുന്നത്. സഹോദരൻ്റെ വീട് പണിക്ക് വേണ്ടി, പെങ്ങന്മാരുടെ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി, ഉമ്മയുടെ പേരിലുള്ള പൊതു സ്വത്ത് കൺസ്ട്രക്ഷന് വേണ്ടിയൊക്കെ ചിലവഴിക്കാൻ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഉമ്മൻ്റെ കൂടെ നിന്ന് സഹകരിക്കുന്ന മകനോട് ഇല്ലാത്തൊരു താല്പര്യം മറ്റു മക്കളോടുണ്ട് എന്നതാണ് നമ്മൾ അത്ഭുതപ്പെടുന്നൊരു കാര്യം. എത്രമാത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വീടായി. അപ്പോൾ അദ്ദേഹത്തിന് വീടില്ല. എന്നാൽ പാർട്ടീഷൻ നടക്കുമ്പോഴെങ്കിലും ഇപ്പോൾ താമസിക്കുന്ന വീട് അവൻ്റെ പേരിൽ നൽകാം. കാരണം അവനാണ് ആ വീടിൻ്റെ എല്ലാ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അല്ലെങ്കിൽ അവരുടെ കാലശേഷമെങ്കിലും അത് പൂർണ്ണമായിട്ട് മകന് കൊടുക്കാം എന്ന് പോലും പറയാൻ ഉമ്മ മാനസികമായി തയ്യാറാവുന്നില്ല. ഇവിടെ നമ്മൾ പൊതുവായി അറിയേണ്ട ഒരു കാര്യമുണ്ട്. രക്ഷിതാക്കൾക്കെല്ലാം അവർക്ക് താല്പര്യമുള്ള ചില മക്കളുണ്ടാവും മക്കൾക്കിടയിൽ. ആ താല്പര്യം അവർക്കുണ്ടാകുന്നതിൻ്റെ പിന്നിൽ അവർക്ക് നൽകുന്ന പരിഗണനകളോ അവർക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായമോ അവരോട് കാണിക്കുന്ന പെരുമാറ്റമോ ഒന്നും അതിലൊരു ഘടകമേ അല്ല. അതാണ് അതിൽ ഏറ്റവും അത്ഭുതപരം. ഒരുപക്ഷെ ഉമ്മനെ നിരന്തരമായി പീഡിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന, ചീത്ത പറയുന്ന, ബുദ്ധിമുട്ടിക്കുന്ന മകനെക്കുറിച്ചായിരിക്കും ഉമ്മാക്ക് എപ്പോഴും പറയുന്നത്. അവൻ്റെ കുട്ടിനെ കെട്ടിച്ചിട്ടില്ലല്ലോ, അവൻ്റെ വീട്ടിൽ പ്രശ്നമാണല്ലോ, അവന് നല്ലൊരു ശമ്പളമല്ലല്ലോ, നല്ലൊരു വരുമാനമല്ലല്ലോ, എന്നിട്ട് അവന് വാങ്ങിക്കൊടുക്കായിരിക്കും മറ്റുള്ളവരെന്നൊക്കെ ചെയ്യാം. സമ്പത്ത് മുഴുവൻ അവൻ്റെ പേര് കാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കുക. അത് മാനസികമായി വരുന്ന ഒരു താല്പര്യമാണ്. അത് അങ്ങനെ ഒരു അനീതി മറ്റുള്ള മക്കളോട് ചെയ്യുന്നു എന്ന് പോലും ഒരു പക്ഷേ അവരറിയാതെ പോകുന്നുള്ളതാണ്. പലപ്പോഴും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അവരിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടികളിൽ അവരങ്ങേറ്റം വിഷമിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ പോലും അടുത്ത സെക്കൻഡിൽ തന്നെ പഴയ അവസ്ഥയ്ക്ക് തന്നെ, ആ മാനസികാവസ്ഥയ്ക്ക് തന്നെ അവർ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുക. അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ മാതാപിതാക്കൾ ഏതെങ്കിലും മക്കളോട് പ്രത്യേക വിവേചനം കാണിക്കുകയാണെങ്കിൽ അത് കാണിക്കുന്നവരാലോചിക്കുക, അത് ഗുരുതരമായ തെറ്റാണ്, അള്ളാഹു വിരോധിച്ച കാര്യമാണ്. യഅ്ദിലു ബൈന ഔലാദിക്കും, മക്കൾക്കിടയിൽ നീതി കാണിക്കുക എന്നുള്ളത് മാതാപിതാക്കൾക്ക് പ്രധാനമാണ്. ഇനി മനസ്സുകൊണ്ടൊരു സ്നേഹം നമുക്കൊരാളോട് തോന്നുന്നു എന്നത് ഒരു പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിക്കോളുന്നില്ല. ഇതുപോലെ ഒന്നിലധികം വിവാഹം കഴിക്കുന്ന ആളുകൾ എത്ര താല്പര്യം കാണിച്ചാലും രണ്ടാളോട് മാനസിക നിലയിൽ ഒരേ സ്നേഹം കാണിക്കാൻ പറ്റിക്കോളുന്നില്ല എന്ന് പറഞ്ഞില്ലേ. എന്ന പോലെ തന്നെ മക്കളോട് ഒരു പക്ഷേ നമുക്ക് എല്ലാവരോടും ഒരേ മാനസിക സ്നേഹം കാണിക്കാൻ പറ്റിക്കോളുന്നില്ല. പക്ഷെ ഒരിക്കലും മക്കൾക്ക് ഒരു മകനോടോ ഒരു മകളോടോ പ്രത്യേക പക്ഷപാതിത്വം കാണിക്കുന്നു എന്ന ഒരു അവസ്ഥ പ്രത്യക്ഷമായി ഉണ്ടാവാൻ പാടില്ല. അത് മാതാപിതാക്കൾ ചെയ്യുന്ന ഗുരുതരമായ തെറ്റാണ്. ആ ഒരു അനീതിക്ക് ഞാനൊരിക്കലും സാക്ഷി നിൽക്കുകയില്ലെന്ന് ഒരു മകന് മാത്രം സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചു വന്ന ആളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് നബി അനുവദിച്ചില്ല. ആ തിന്മയ്ക്ക് എന്നെ സാക്ഷിയാക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം മാനസിക അവസ്ഥയിൽ പെരുമാറുന്ന ആളുകൾ അവർ വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് ചെയ്യുന്നത് എന്ന് അത്തരം രക്ഷിതാക്കൾ ആലോചിക്കാം. അതേപോലെ ഇത്തരം വിവേചനങ്ങൾക്ക് വിധേയമാകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, എങ്ങനെ പീഡിപ്പിച്ചിട്ടും ഉമ്മ തന്നോട് നല്ല നിലക്ക് നിൽക്കുന്നു എന്നുള്ളത് താൻ നല്ലവനാണെന്നതിനുള്ള തെളിവല്ല. മാതാപിതാക്കളോട് നാം കാണിക്കേണ്ട ആദരവ്, മൃദുലമായ സംസാരം, നല്ല പ്രവൃത്തി, ഇതിലൊക്കെ ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ അതൊക്കെ നമ്മൾ കുറ്റക്കാരാവും. അത് നന്നായിട്ട് നമ്മൾ ഭയപ്പെടണം. കാരണം അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണെന്ന് മനസ്സിലാക്കണം. ഇനി ഇത്തരം പക്ഷപാതിത്വങ്ങൾക്ക് വിധേയമായി അവഗണിക്കപ്പെടുന്നവരാലോചിക്കുക. നമ്മൾ അതിൻ്റെ പേരിലൊരു വിഷമത്തിനോ ഒരു വാഗ്വാദത്തിനോ കച്ചറക്കൊന്നും ഉമ്മയോട് പോകുന്നില്ല, അല്ലെങ്കിൽ വാപ്പനോട് പോകുന്നില്ല അർത്ഥമില്ല. നാം എപ്പോഴും നമ്മുടെ കാര്യം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുക. മനസ്സിലായി? ഈ ഉമ്മയുടെയും വാപ്പയുടെയൊക്കെ വാക്കുകൾക്ക് അനുസരിച്ച് നമ്മൾ നമ്മുടെ സമ്പത്ത് മുഴുവനും മറ്റുള്ളവർക്ക് നൽകി നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്നൊരവസ്ഥ ഇല്ലാതിരിക്കാൻ അതിൽ നമ്മൾ ജാഗ്രത കാണിക്കുക. നമുക്കൊരു വീടും നമുക്കൊരു സൗകര്യമൊക്കെ ഉണ്ടാവാൻ നമ്മൾ സ്വയം താല്പര്യപ്പെട്ട് പരിശ്രമിക്കുക. അത് വാപ്പിയമ്മ ഉണ്ടാക്കി തരുന്നതാണ് കാത്തു നിൽക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കാര്യം നമ്മൾ സുരക്ഷിതമാക്കി പോകുക. കാരണം അതല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും.
അവർ പറയുന്ന കാര്യങ്ങളെ അവഗണിക്കാതെ അവരംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളിൽ പ്രശ്നം വരാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ അവർക്ക് ചെയ്യാനാവുകയുള്ളൂ. എന്തായിരുന്നാലും ഇതിൽ ഒരു പക്ഷപാതിത്വമില്ലാത്ത സമീപനം സ്വീകരിക്കാൻ മാതാപിതാക്കൾ തയ്യാറാവേണ്ടതുണ്ട് എന്നത് ഒരു വസ്തുതയാണ്.